ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വ്യത്യസ്ത ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മാങ്ങയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാവും. നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ടൊരു കുൾഫി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ, ഇത് മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇതാ 4 തൊലി കളഞ്ഞിട്ടൊന്ന് ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുൾഫിക്കുള്ള മാങ്ങ അങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്, തുളക്ക് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട്. ഇനി നമുക്കിത് മിക്സർ ജാറിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അരിക്കണമെന്നൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം. അപ്പോൾ നമുക്കിത് മിക്സർ ജാറിലേക്ക് കുറച്ച് ഇട്ടെടുക്കാം. കുറേശ്ശായിട്ട് അരച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് മതി, 1/2 ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മാങ്ങ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കൂട്ടണം തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പാൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് നമ്മൾ പാലിൽ ആദ്യം കലക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണമെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എന്നാൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലൊരു കപ്പ് ചേർക്കണം. അപ്പോൾ പഞ്ചസാര അഴിഞ്ഞ് വരുന്നവരൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ മാങ്ങയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് മാങ്ങയുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ കുൾഫിക്കുള്ള സ്റ്റിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കവുങ്ങിൻ്റെ ഇതൊന്ന് ചെത്തിയെടുത്തതാണ്. ഇത് കുൾഫി റെഡി ആയി കഴിഞ്ഞാൽ ഇത് നന്നായി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ അങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് റെഡിയായി വരണമെങ്കിൽ ഏകദേശം 8 മണിക്കൂർ വേണ്ടി വരും. അപ്പം ഇനി നമ്മളിത് ഫോയിൽ പേപ്പർ കൊണ്ട് ഇത് കവർ ചെയ്തിട്ട് സ്റ്റിക്ക് കഴിഞ്ഞ് നടുവിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് മൊത്തം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നടുക്കിൽ സ്റ്റിക്ക് വരുന്ന രീതിയിൽ നമ്മളിതിൽ നടുക്കിൽ ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രാത്രി മൊത്തം ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ 2 സെക്കൻഡ് നേരം വെള്ളത്തിൽ ഇറക്കിയേക്കുക, അതൊന്ന് വേഗം ഇളകി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കുൾഫി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മക്കളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. പാറു കണ്ണെടുത്ത് നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. ഇത് എന്തിൻ്റെ ടേസ്റ്റാണ്? ആണോ? അടിപൊളിയായിട്ടുണ്ടോ? അല്പം ജാമും കുട്ടിയായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.